എന്താണ് നമ്മളൊരു ഓർത്തോനോർമൽ ബേസിസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓർത്തോനോർമൽ ആയിരിക്കണം ആ എലമെൻറ്റ്സ് സെറ്റത്തെ, പ്ലസ് അതൊരു ബേസിസ് ആണെങ്കിൽ നമ്മളതിനെ ഓർത്തോനോർമൽ ബേസിസ് എന്ന് വിളിക്കും അല്ലേ. ഇനി ബേസിസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റ് വി ബി എൻ പ്രൊഡക്റ്റ് സ്പേസ് ആണ് തന്നിട്ടുണ്ട്. ലെറ്റ് വി ബി എൻ പ്രൊഡക്റ്റ് സ്പേസ് തന്നിട്ടുണ്ട്. എസ് ഈക്വൽ ടു V1 V2 എക്സ്ട്രാ വി എൻ ബി ബേസിസ് ഫോർ വി. ബേസിസ് ആണെന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ പറഞ്ഞു എന്താ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണോ അവർ, സ്പാനിങ് സെറ്റും ആയിരിക്കണം. ദാറ്റ് ഈസ് ഏത് യു എടുത്താലും ആ യുവിന് എന്ത് ചെയ്യാൻ പറ്റും? C1 V1 പ്ലസ് C2 V2 എക്സെട്ര CN VN എന്ന് പറഞ്ഞിട്ട് സ്പാൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ യുവിൻ്റെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസ് C1 C2 എക്സെട്ര CN നമ്മൾ വിളിക്കുന്ന പേരാണിത് കോർഡിനേറ്റ്സ്. ദ സ്കാലർ C1 C2 CN ആർ കാൾഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് യു റിലേറ്റീവ് ടു ദ ബേസിസ് എസ്. എസ് എന്നുള്ള ബേസിസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ് കോയിഫിഷ്യൻസ് വന്നിട്ടുള്ളത് അല്ലേ. യുവിനെയാണ് C1 V1 പ്ലസ് C2 V2 എക്സെട്ര CN VN എഴുതിയത്. അതുകൊണ്ട് C1 C2 എക്സെട്ര CN എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഓഫ് യു റിലേറ്റഡ് ടു ദ ബേസിസ് എസ് ആണ്. ആൻഡ് ദ C1 C2 എക്സെട്ര CN എലമെൻറ്റ് ഓഫ് Rn കൺസ്ട്രക്റ്റഡ് ഫ്രം ദ കോർഡിനേറ്റ്സ് ഈസ് കോൾഡ് കോർഡിനേറ്റ് വെക്ടർ ഓഫ് യു റിലേറ്റീവ് ടു എസ്. കോർഡിനേറ്റ് വെക്ടർ ദാറ്റ് ഈസ് യു റിലേറ്റഡ് ടു എസ് ഈക്വൽ ടു C1 C2 എക്സെട്ര CN എന്ന് വെച്ചാൽ യുവിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രസ് ചെയ്യണ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസിൻ്റെ കളക്ഷനാണ്. ഒരു സിസ്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് ഇങ്ങനെ വിളിക്കുക. വൺ വേ ടു എക്സ്പ്രസ് ദ യു ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു C1 V1 C2 V2 എക്സെട്ര CN VN. അപ്പോൾ നമ്മൾ തിയറത്തിൽ പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് ആദ്യം ശ്രദ്ധിക്കാം. നമ്മൾ R2ൽ ഒരു വെക്ടർ എടുക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് എടുത്തു. എക്സ് ഈക്വൽ എങ്ങനെ എഴുതും നമ്മൾ? എക്സ് ഈക്വൽ ടു സം x1, x2 ആണ്. സ്റ്റാൻഡേർഡ് ബേസിസ് E1 E2ൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എക്സിനെ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു x1 ഇൻറ്റു 1, 0 പ്ലസ് x2 ഇൻറ്റു 0, 1 അല്ലേ. വേർ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 0, E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1 അല്ലേ. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ ആളുടെ ഇതാണ് എസ് എന്ന് പറഞ്ഞ സെറ്റ്, ബേസ് സെറ്റ്. എസ് എന്ന് പറഞ്ഞ സെറ്റ് വിത്ത് റെസ്പെക്ട് ടു ബേസ് ആയിട്ടുള്ള കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒന്ന് x1ഉം ഒന്ന് x2ഉം അല്ലേ. അതിനെ ഇങ്ങനെ എടുത്തെഴുതി. ഇതിനെയാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് തന്നിരിക്കണം വെക്ടർ എടുക്കുക. ഏത് വെക്ടർ എടുക്കുക? R2 എന്ന്. എക്സ് എലമെൻറ്റ് ഓഫ് R2 എടുത്താൽ അതെങ്ങനെ ഇരിക്കും? എക്സ് ഈക്വൽ ടു x1, x2 എന്നിരിക്കും. E1 E2 ബേസ് ആണെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു x1 ഇൻറ്റു 1, 0 പ്ലസ് x2 ഇൻറ്റു 0, 1 എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് റിസൾട്ട് എസിനെ x1, x2 എന്ന് എഴുതാം. അതായത് ഈ കോയിഫിഷ്യൻസിനെ എടുത്തെഴുതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1, 2, 4 R3ൽ എടുത്തു എന്ന് വിചാരിക്കുക. R3ൽ എടുത്താൽ ഇതിനെങ്ങനെ എഴുതാൻ എനിക്ക്? 1 ഇൻറ്റു 1, 0, 0 പ്ലസ് 2 ഇൻറ്റു 0, 1, 0 പ്ലസ് 4 ഇൻറ്റു 0, 0, 1 എഴുതിക്കൂടെ അല്ലേ. ദാറ്റ് ഈസ് എന്താ, ഈ വെക്ടറിനെ യു എന്ന് പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ യു വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാൻഡേർഡ് ബേസിസ് ക്യാപിറ്റൽ എസ് ഈക്വൽ ടു എന്താ വരിക? 1, 2, 4 ആ ഈ കോയിഫിഷ്യൻസിനെ എടുത്തെഴുതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് വെച്ചൊരു തിയറം പറയാൻ പോവാണ്. ഇഫ് എസ് ഈസ് V1 V2 എക്സെട്ര VN ഈസ് ആൻ ഓർത്തോഗണൽ ബേസിസ് in the inner product space V and U is an any vector in V, then U equal to എന്താണ് പറയുന്നത്? U equal to എങ്ങനെ എഴുതാൻ പറ്റും? യുവിനെ V1 V2 എക്സെട്ര VNൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്ന മാത്രമല്ല, അതിലെ C1 ആരായിരിക്കും അവർ പറയണത്? C1 ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് U V1 ഡിവൈഡ് ബൈ നോം V1 സ്ക്വയർ. C2 എന്ന് പറഞ്ഞ കോയിഫിഷ്യൻ്റ് ആരായിരിക്കും പറയണത്? ഇന്നർ പ്രൊഡക്റ്റ് U V2 ഡിവൈഡ് ബൈ നോം V2 സ്ക്വയർ. CN എന്തായിരിക്കും പറയുന്നത്? ഇന്നർ പ്രൊഡക്റ്റ് U VN ഡിവൈഡ് ബൈ നോം VN സ്ക്വയർ. ഓക്കെ, ഇനി എങ്ങാനും ഓർത്തോ നോർമൽ ആണെങ്കിലോ, ഓർത്തോ നോർമൽ ആണെങ്കിൽ ഇയാൾ 1 ആയിരിക്കും, ഇയാളും 1 ആയിരിക്കും, ഇയാളും 1 ആയിരിക്കും അല്ലേ. ദാറ്റ് മീൻസ് യു ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? യു ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് U V1 V1 പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് U V2 V2 പ്ലസ് എക്സെട്ര ഇന്നർ പ്രൊഡക്റ്റ് U VN VN. എന്താണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. യു എന്ന് പറഞ്ഞൊരു വെക്ടർ നമ്മൾ വി എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. V1 V2 എക്സെട്ര VN എന്ന് പറയണതാണ് അതിൻ്റെ ഓർത്തോഗണൽ ബേസിസ് എങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് U V1 എന്ന് പറഞ്ഞ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് U V1 ഡിവൈഡഡ് ബൈ നോം V1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആരാണ്? യുവിനെ കോമ്പിനേഷനാക്കി എഴുതുമ്പോൾ ഉള്ള V1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോയിഫിഷ്യൻ C1 ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഈ കാണുന്നത്. ഓക്കെ, സോ പ്രൂഫിൽ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും. എന്താണെന്ന് നമുക്ക് നോക്കാം.
ലെറ്റ് വി ബി ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. വി ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെന്ന് പറഞ്ഞ അർത്ഥം വി ഒരു വെക്റ്റർ സ്പേസ് ആണ്, പ്ലസ് അതിനകത്ത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എസ് ഈക്വൽ ടു വി വൺ വി ടു എക്സെട്രാ വി ഈസ് ആൻ ഓർത്തോ നോർമൽ ബേസിസ് ഫോർ വി. ഓർത്തോ നോർമൽ ബേസിസ് ഫോർ വി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വി വൺ വി ടു എക്സെട്രാ വി എന്ന് പറയുന്നത് ഒരു ബേസിസ് ആണ് എന്ന് വെച്ചാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, മാത്രമല്ല നമ്മുടെ വിനെ സ്പാൻ ചെയ്യുന്നുണ്ട്. പ്ലസ് അതിനകത്തുള്ള വി വൺ വി ഐകൾ പരസ്പരം ഓർത്തോഗണലാണ്, മാത്രമല്ല വി ഐസ് പരസ്പരം ഓർത്തോ നോർമലുമാണ്. ഓക്കെ, നൗ ദെൻ ഫോർ എനി വെക്ടർ യു ഇൻ വി ക്യാൻ ബി എക്സ്പ്രസ്ഡ് യുണീക്ലി ഇൻ ദ ഫോം. എന്തായിരുന്നു ബേസിസ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം തന്നെ? ബേസിസ് ആണെങ്കിൽ സ്പാൻ ചെയ്യാൻ പറ്റും, യുണീക്കായിട്ട് സ്പാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് ഏത് യു എടുത്താലും, വിയിലെ ഏത് യു എടുത്താലും ആ യുവിനെ വി വൺ വി ടു വി ത്രീ എക്സെട്രാ വി എന്നുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? ദാറ്റ് ഈസ് യു ഈക്വൽ ടു ആരാ? സി വൺ വി വൺ പ്ലസ് സി ടു വി ടു പ്ലസ് എക്സെട്രാ സി എൻ വി എൻ ആയിട്ട് എഴുതാം. വേർ സി വൺ സി ടു സി എൻ ആർ സ്കാലേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് സി വണ്ണിൻ്റെ വാല്യൂ എന്താണ് വരിക, സി ടുവിൻ്റെ വാല്യൂ എന്താണ് വരിക, സി എന്നിൻ്റെ വാല്യൂ എന്താണ് വരിക എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ന പ്രൊഡക്റ്റ് യു വി ഐ എടുത്താൽ എന്ത് വരും? യു വി ഐ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ദാറ്റ് ഈസ് സി വൺ വി വൺ പ്ലസ് സി ടു വി ടു പ്ലസ് എക്സെട്രാ സി എൻ വി എൻ ഇന്ന പ്രൊഡക്റ്റ് വി ഐ. ഇങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? ഇന്ന പ്രൊഡക്റ്റിൻ്റെ കണ്ടീഷൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ഇതിനെ സെപ്പറേറ്റ് സം ചെയ്യാം അല്ലേ? ആ സം ചെയ്യുമ്പോഴും എന്തുണ്ടാവും? എവിടെയാണോ വി ഐയും വി ജെയും വരണേ, വി ജെ ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ ആവുമ്പോൾ. എപ്പോൾ മാത്രമേ 1 ആവുള്ളൂ? ഇന്ന പ്രൊഡക്റ്റ് വി ഐ ചെയ്യുമ്പോൾ മാത്രമേ എന്താവുള്ളത്? 1 ആവുള്ളൂ അല്ലേ? ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു സി വൺ ഇന്ന പ്രൊഡക്റ്റ് ഇൻറ്റു ഇന്ന പ്രൊഡക്റ്റ് വി വൺ കോമ വി ഐ, സി ടു ഇൻറ്റു ഇന്ന പ്രൊഡക്റ്റ് വി ടു വി ഐ എക്സെട്രാ സി എൻ ഇൻറ്റു ഇന്ന പ്രൊഡക്റ്റ് വി എൻ വി ഐ. ഇയാൾക്ക് എന്ത് സംഭവിക്കും? ഇന്ന പ്രൊഡക്റ്റ് ഓഫ് വി ജെ വി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു 0 ആണ് ഇഫ് ഐ നോട്ട് ഈക്വൽ ടു ജെ ആവുമ്പോൾ. കാരണം വി ഐസ് പരസ്പരം ഓർത്തോഗണൽ ആണ്. ഇനി ഐ ഈക്വൽ ടു ജെ ആവുമ്പോൾ എന്തുണ്ടാവും? ദാറ്റ് ഈസ് ഈക്വൽ ടു നോം വി ഐ സ്ക്വയർ ആവും. ഓക്കെ, ഓർത്തോ നോർമൽ ആണെങ്കിൽ ഈ നോം വി ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആവും. ഇവിടെ അസംഷനിൽ ഓർത്തോ നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളെ പ്രൂഫിൽ സ്റ്റാർട്ടിങ്ങിൽ അവർ ഓർത്തോഗണലിനെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അതുപോലെ എടുത്താലും നമുക്ക് മതി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്ന പ്രൊഡക്റ്റ് യു വി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് യു വി ഐ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സി ഐ ഇൻറ്റു നോം വി ഐ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് സി ഐ ഈക്വൽ ടു എന്താണ്? ഇന്ന പ്രൊഡക്റ്റ് യു വി ഐ ഡിവൈഡ് ബൈ നോം വി ഐ സ്ക്വയർ കിട്ടി. സിമിലർലി ഇറ്റ് ഹോൾഡ്സ് ഫോർ എവരി ഐ, ദാറ്റ് ഈസ് എന്ത് കിട്ടി? യു ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് യു വി വൺ ബൈ നോം വി വൺ സ്ക്വയർ വി വൺ പ്ലസ് ഇന്ന പ്രൊഡക്റ്റ് യു വി ടു ബൈ നോം വി ടു സ്ക്വയർ വി ടു പ്ലസ് എക്സെട്രാ ഇന്ന പ്രൊഡക്റ്റ് യു വി എൻ ബൈ നോം വി എൻ സ്ക്വയർ വി എൻ. ഓക്കെ, ഇവിടെ ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ ബുക്കിൽ എഴുതിയിട്ടുള്ളതിൽ ഇതാണ് തെറ്റെന്ന് പറയണത്. ഇവിടെ ഇതെന്താണെന്ന് പറഞ്ഞിട്ടുള്ള അവർ ഓർത്തോ നോർമലാണ് പറഞ്ഞിട്ടുണ്ട്. ഓർത്തോ നോർമൽ അല്ല, അവിടെ എന്തേ ഉള്ളൂ? അവിടെ ഓർത്തോ ഗണലേ ഉള്ളൂ. ഓക്കെ, എയിൽ ഓർത്തോ ഗണലാണ്, അതാണ് ഇവിടെ തെറ്റുള്ളത്. ഇതിപ്പോൾ ഓർത്തോ നോർമൽ അല്ല, ഇത് റോങ് ആണ്. ഓർത്തോ ഗണലാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, അതുപോലെ ബി പാർട്ടിൽ പറയുമ്പോൾ ഓർത്തോ ഗണലാണ് വേണ്ടത്, ഓർത്തോ നോർമലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഓർത്തോ നോർമൽ കറക്റ്റാണ്. ഓക്കെ, സോ തൊട്ട് മുമ്പത്തെ ഫോമുലയിൽ ഓർത്തോ നോർമാലിറ്റി ഇവിടെ എന്തുണ്ട് ഉണ്ടാവും? അതിനകത്തുള്ള ഈ നോം വി വൺ വി ടു വി എൻ എന്തായി മാറും? ഈ ആൾക്കാർ 1 ആയിട്ട് പോവും അല്ലേ? ദാറ്റ് ഈസ് തൊട്ട് മുമ്പത്തെ ഫോമുലയിൽ നോം വി വൺ സ്ക്വയറിനും നോം വി ടു സ്ക്വയറിനും ഒക്കെ 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? യു ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് യു വി വൺ യു വി ടു എക്സെട്രാ യു വി എൻ ആയി കിട്ടും. ഓക്കെ, സോ കുറച്ച് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2 കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് എന്താ കോൺസിക്വൻസ്? വി ക്യാൻ സേ ദാറ്റ് ഇഫ് യു ഇസ് ഇൻ എ പ്രൊഡക്റ്റ് സ്പേസ് ബി റിലേറ്റഡ് ടു ആൻ ഓർത്തോഗണൽ ബേസിസ് എസ് ഈക്വൽ ടു വി വൺ വി ടു വി എൻ ആണെങ്കിൽ യുവിൻ്റെ കോർഡിനേറ്റ് ഇതെന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? യു ഇന്ന പ്രൊഡക്റ്റ് യു വി വൺ ബൈ നോം വി വൺ സ്ക്വയർ യു വി ടു ബൈ നോം വി ടു സ്ക്വയർ എക്സെട്രാ നോം വി എൻ ബൈ നോം വി എൻ സ്ക്വയർ ആയിരിക്കും. ഓർത്തോ നോർമൽ ആണെങ്കിൽ യു വി വൺ യു വി ടു എക്സെട്രാ യു വി എൻ ആയിരിക്കും. ഓക്കെ, ഇനി പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഷോ ദാറ്റ് വി വൺ വി ടു വി ത്രീ വേർ വി വൺ ഈക്വൽ ടു 0 1 0
v2 equal to minus 4 comma 0 0 minus 4 by 5 0 3 by 5 v3 equal to 3 by 5 comma 0 comma 4 by 5 is an orthonormal basis for R3 with Euclidean inner product. Find US where u equal to 1 comma 1 comma 1. Okay. ആദ്യം നമുക്കെന്ത് ചെക്ക് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള v1 v2 v3 അവർ ഓർത്തോഗണലാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ v1 v2 ചെയ്ത് തന്നിട്ടുണ്ടാവുക. v1 v2 എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? v1 v2 നമ്മൾ ചെയ്യുന്ന രീതി എന്താ ശ്രദ്ധിക്കുക. v1 v2 എങ്ങനെ ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഫസ്റ്റ് ഒന്നാമത്തെ ആൾ ഇൻറ്റു ഒന്നാമത്തെ ആൾ അല്ലേ, 0 ഇൻറ്റു മൈനസ് 4 ബൈ 5 0 ആയിപ്പോയി. 1 ഇൻറ്റു 0 0 ആയിപ്പോയി. 0 ഇൻറ്റു 3 ബൈ 5 0 ആയിപ്പോയി. ദാറ്റ് ഈസ് ഇത് 0 ആയി അല്ലേ. ഇനി v1 v3 എങ്ങനെ ചെയ്യുമ്പോൾ v1ൻ്റെ ഫസ്റ്റ് 0 ഇൻറ്റു 3 ബൈ 5 0 1 ഇൻറ്റു 0 0 0 ഇൻറ്റു 4 ബൈ 5 0 ദാറ്റ് ഈസ് രണ്ടാമത്തെ 0 ആയിപ്പോയി. മൂന്നാമത്തെ എങ്ങനെ ചെയ്യുക? v2 v3 എന്താ വരിക? മൈനസ് 4 ബൈ 5 ഇൻറ്റു 3 ബൈ 5 എന്ത് വരും? മൈനസ് 12 ബൈ 25 അല്ലേ. അതുപോലെ രണ്ടാമത്തെ രണ്ട് പേര് 0 ആവും. അടുത്ത 3 ബൈ 5 ഇൻറ്റു 4 ബൈ 5 എന്ത് വരും? 12 ബൈ 25 അല്ലേ. അപ്പോൾ രണ്ടും കട്ട് ചെയ്ത് കളയും അല്ലേ. ദാറ്റ് മീൻസ് v2 v3 ആൾസോ ഈക്വൽ ടു 0. സോ വി ഐസ് പരസ്പരം ഓർത്തോ ഗണലാണെന്ന് കിട്ടി. അതായത് ഇന്ന പ്രൊഡക്റ്റ് 0 ആണ്. ഇനി എന്താ വേണ്ടേ? നോം 1 ആയിരിക്കണം. ചെക്ക് ചെയ്യുക. നോം v1 സ്ക്വയർ എന്താ വരിക? √0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ആണ്, അത് 1 ആണ്. അടുത്തെന്താ? നോം v2 എന്ത് വരും? മൈനസ് 4 ബൈ 5ൻ്റെ ഇയാളുടെ സ്ക്വയർ പ്ലസ് ഇയാളുടെ സ്ക്വയർ പ്ലസ് ഇയാളുടെ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ അതിൻ്റെ ഹോൾ √1/2 അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 1 ആണ്. ശരിയാണ്. അടുത്തത് v3യുടെയും ചെക്ക് ചെയ്തു, അതൊന്നും തന്നെയാണ് വരുന്നത് 1 ആണ്. സോ ഇത് ഓർത്തോ നോർമൽ ബേസിസ് ആണെന്നുള്ളത് ഉറപ്പായി. S is an orthonormal set of vectors in R3. Since every orthonormal set is linearly independent, എന്ത് കിട്ടും? R3യിലെ 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടും. R3യിൽ 3 വെക്ടേഴ്സിന് മേലെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കിട്ടാൻ പാടില്ല. Rnകത്ത് മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുകളുടെ എണ്ണം n ആയിരിക്കും. അപ്പോൾ R3യിൽ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുകളുടെ എണ്ണം 3 ആയിരിക്കും. സോ അതതിൻ്റെ ബേസിസ് ആയിരിക്കും. ഓക്കെ, ഇനി ഓർത്തോനോമൽ ബേസ് ആണെന്ന് കിട്ടി. നമുക്ക് ഇന്ന കണ്ടുപിടിക്കേണ്ടത് ഇന്ന പ്രൊഡക്റ്റ് uv1. ഇന്ന പ്രൊഡക്റ്റ് u1 ചെയ്യുക എന്ത് ചെയ്യുക? യുവിനോട് v1 ഇന്ന പ്രൊഡക്റ്റ് എടുക്കുക. u എന്താ തന്നിട്ടുണ്ട്? 1,1,1 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. 1,0 1,1 1,0 1 കിട്ടി. ഇനി ഇന്ന പ്രൊഡക്റ്റ് uv2 എന്താ ചെയ്യുക? uv2 എന്ന് പറഞ്ഞാൽ u 1,1,1 തന്നിട്ടുണ്ട്. v2 ആയിട്ട് എന്ത് ചെയ്യുക? അതിനെ ഇന്ന പ്രൊഡക്റ്റ് എടുക്കുക. അത്രയേ ഉള്ളൂ. 1 ഇൻറ്റു മൈനസ് 4 ബൈ 5 1 ഇൻറ്റു 0 1 ഇൻറ്റു 3 ബൈ 5 ഈക്വൽ ടു മൈനസ് 1 ബൈ 5 u ഇൻറ്റു v3 ചെയ്തു. ദാറ്റ് ഈസ് us ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? 1, മൈനസ് 1 ബൈ 5, 7 ബൈ 5 ആണെന്ന് കിട്ടി. ഓക്കെ, ഈ കുട്ടിയെ ഉത്തരം ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? നിങ്ങൾക്ക് 1,1,1നെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കുക. 1 ഇൻറ്റു v1 പ്ലസ് മൈനസ് 1 ബൈ 5 ഇൻറ്റു v2 പ്ലസ് 7 ബൈ 5 ഇൻറ്റു v3 ചെയ്താൽ 1,1,1 വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത പ്രോബ്ലം 6. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് w1 ഈക്വൽ ടു 0, 2,0 w2 ഈക്വൽ ടു 3,0, 3 w3 equal to minus 4, 0, 4 from an orthogonal basis for R3 with Euclidean inner product. Use the basis to find an orthonormal basis by normalizing each other and express the vector u equal to 1, 2, 4 as a linear combination of these orthonormal basis vectors obtained in part A. Okay, ആദ്യം എന്നിട്ട് എന്താ? ഈ 3 വെക്ടേഴ്സ് എന്താണോ ചെക്ക് ചെയ്യണം. ആദ്യം ഓർത്തോഗണലാണോ ഓർത്തോ നോർമലാണോ ചെക്ക് ചെയ്യണം. ഓർത്തോഗണലാണോ ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യുക? അവർ തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക അല്ലേ. w1 w2 എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 0 0 ഇൻറ്റു 3 0. അതുപോലെ തന്നെ w1 w2 എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു മൈനസ് 4 2 ഇൻറ്റു 0 0 ഇൻറ്റു 4 ഈക്വൽ ടു 0. w2 w3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു മൈനസ് 4 0 0 3 ഇൻറ്റു 4 0. അപ്പോൾ w1 w3 എന്ന് പറയുന്നത് ഓർത്തോ ഗണലാന്നുള്ളത് കിട്ടി അല്ലേ. ഓർത്തോഗണലാണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. R3യിലെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് മാക്സിമം ഉണ്ടാവുള്ളൂ? 3 എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാക്സിമൽ ആയിട്ടുള്ള സെറ്റിൻ്റെ എണ്ണം എത്ര ഉണ്ടാവുള്ളൂ? 3 ഉണ്ടാവുള്ളൂ. സോ ഇത് ബേസിസ് ആണെന്നുള്ളത് ഉറപ്പായി. ഇനി എന്താ അതിനെ കാണിക്കുന്നത്? നോം ചെക്ക് ചെയ്യണം അല്ലേ. നോം ഓഫ് w1 എന്താ വരിക? നോം ഓഫ് w1 നോക്കുക. നോം ഓഫ് w1 എടുക്കുമ്പോൾ w1ലെ ഓരോ എലമെൻറ്റിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്യുക? റൂട്ട് എടുക്കുക.
W1 നോം 2 ആണ് വരുന്നത്, W2 നോം 3√2 ആണ് വരുന്നത്, W3 4√2 ആണ് വരുന്നത്. അതിനെന്ത് ചെയ്യാം? അതിനെ നോർമലൈസ് ചെയ്യണം. എങ്ങനെ നോർമലൈസ് ചെയ്യുക? തന്നിരിക്കുന്ന വെക്റ്റർ ഡിവൈഡ് ബൈ നോം അല്ലേ. ദറ്റ് ഈസ് V1 ഈക്വൽ ടു ന്യൂ വെക്റ്റർ 0,2,0 ഡിവൈഡ് ബൈ 2, ദറ്റ് ഈസ് 0,1,0. V2 എന്ന് പറഞ്ഞാൽ W2 ഡിവൈഡ് ബൈ നോം W2, ദറ്റ് ഈസ് 303 ബൈ 3√2, ദറ്റ് ഈസ് 1/√2 0 1/√2. അടുത്തത് W3 by norm W3, that is equal to minus 4,0,4 by 4√2, that is minus 1/√2 0 1/√2. ഇതാണ് നമ്മുടെ പുതിയ ഓർത്തോനോർമൽ ബേസിസ് ഫോർ R3. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന പുതിയൊരു വെക്ടറിനെ 1,2,4 എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. അതെങ്ങനെ ചെയ്യാൻ നമ്മൾ കണ്ടുപിടിക്കുക? 1,24 കണ്ടുപിടിക്കണമെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് UV1 ചെയ്യണം. പുതിയ V1 എന്ത് ചെയ്യണം? യുവിൻ്റെ ഇന്ന പ്രൊഡക്റ്റ് എടുക്കണം. എങ്ങനെ എടുക്കുക? 1,0 യു എന്താണെന്ന് നമുക്കറിയാം അല്ലേ. യു എന്താ നമ്മുടെ യു എന്ന് പറയുന്നത് 1, 2, 4 ആണ്. V1 ആരാ? V1 എന്ന് പറഞ്ഞാൽ 0, 1, 0 ആണ്. അപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് എന്താ വരിക? 1 × 0, 2 × 1 + 4 × 0 അല്ലേ, ദറ്റ് ഈസ് 2. U × V2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? യു ഇതാണ്. അപ്പോൾ 1 × 1/√2, 2 × 0, 1/√2 × 4. ഓക്കെ, അതുപോലെ UV3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × -1/√2, 2 × 0, 4 × 1/√2. നമുക്ക് കണ്ടുപിടിക്കുക. നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോയിഫിഷ്യൻസ് കിട്ടും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് 1, 2, 4 ഇങ്ങനെയാണോ എന്നുള്ളത്. എന്ത് 1, 2, 4 ഈക്വൽ ടു എന്താ? 2 × 0,1,0 + 5/√2 × 1/√2, 0, 1/√2 + 3/√2 × -1/√2 0, 1/√2. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ദ ഗ്രാം സ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ.